സത്യമായിട്ട് നിനക്ക് അവനെ ഇഷ്ടമല്ലേ? ഇല്ലെന്നല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്. നീ എന്നോട് കള്ളം പറയുവാ. ഞാൻ സത്യമാണോ പറയുന്നേ അതോ കള്ളമാണോ പറയുന്നേന്ന് എന്റെ മനസ്സിനല്ലേ അറിയൂ. ഞാൻ പറയോ ചേച്ചി, അവനോട് എനിക്ക് സ്നേഹമൊന്നുമില്ല. വേറൊരു കാര്യം എന്താന്ന് വെച്ചാ, അവന് വേണ്ടി ഓൾറെഡി ആലോചന നോക്കി. അവനിപ്പോ നിശ്ചയം തന്നെ നടക്കാൻ പോവാ. ആ ചടങ്ങുകളൊക്കെ ഞാൻ എന്റെ കൈകൊണ്ട് നടത്തി കൊടുക്കാൻ പോവാ. ഈ സമയത്ത് ചേച്ചി വന്ന് ഇതുപോലെ അവനെപ്പറ്റി എന്നോട് പറയുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. ദയവ് ചെയ്ത് ചേച്ചി കൂടി എന്നെ വിഷമിപ്പിക്കാതെ. അവനെപ്പോഴും വെറുതെ ഓരോ ഭ്രാന്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. ചേച്ചി ഒരു പെണ്ണ് തന്നെയല്ലേ? ചേച്ചിയെ പോലെയുള്ള ഒരു പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കി ഇങ്ങനെ വിഷമിപ്പിക്കാതെ ഇരുന്നൂടെ പ്ലീസ്? കല്യാണ ചെറുക്കന്റെ പേര് ഗോവിന്ദൻ. പെണ്ണിന്റെ പേര് ഗൗതമി. ഈ രണ്ടു പേർക്കും ഇവരുടെ കുടുംബക്കാരുടെ സമ്മതത്തോടെ പെണ്ണിനെ കാണാനായി പോകണം. പിന്നെ പെണ്ണിനെ കണ്ടതിനു ശേഷം അത് കഴിഞ്ഞു വരുന്ന നിശ്ചയത്തിനുള്ള ഏർപ്പാടുകളും, നിശ്ചയം കഴിഞ്ഞതിനു ശേഷം വിവാഹത്തിനുള്ള ഏർപ്പാടുകളും, അങ്ങനെയെല്ലാം നീ തന്നെ നോക്കണം. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ജീവിക്കുകയാണെങ്കിൽ അത് നിന്റെ കൂടെ ആയിരിക്കും. എനിക്ക് കല്യാണം ഒന്നുണ്ടെങ്കിൽ അത് നിന്റെ കൂടെ ആയിരിക്കും. നീയാണ് എൻ്റെ ഭാര്യ. ഗീതേ, നീയായിരുന്നോ? ശരി ശരി, ഞാൻ ആരാ അകത്തുള്ളേന്നറിയാൻ ചോദിച്ചതാ. അമ്മ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ച പോലുമില്ല. ഞാനും വിചാരിച്ചൊന്നുമില്ല. നല്ല സമയമായോണ്ടൊന്നും പറ്റിയില്ല. നോക്കിയവൻ കിടക്കുന്നുണ്ടോ? എപ്പോ നോക്കിയാലും കാറ്റ് നിറച്ച പന്ത് പോലെ തുള്ളിച്ചാടി നടന്നവനാ. ഇപ്പൊ കാറ്റുമായ പന്ത് പോലെ കിടക്കുന്നുണ്ടോ? ചേട്ടന് മുന്നോട്ട് ചോദിക്കാൻ പാടില്ല. ഞാൻ എന്ത് ചോദിക്കാനാടാ? തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ രണ്ടിനോടും പറയണല്ലേ, എന്നിട്ട് എന്തെങ്കിലും കേട്ടോ നീയൊക്കെ?
ഞാനെന്തോ ഒളിമ്പിക്സിൽ കപ്പടിച്ച പോലെ ആയിരുന്നില്ലേ? ആ കപ്പ് നിങ്ങൾക്ക് വേണമെന്നായിരുന്നില്ലേ? ഞങ്ങൾക്ക് ലവ് മാരേജ് വേണമെന്ന് ചാടിത്തുള്ളി നടക്കണ്ടായിരുന്നല്ലോ. കറക്റ്റായിട്ട് ചേച്ചി അനിയത്തീനെയും തന്നെ നോക്കി. എന്നിട്ടിപ്പോ എന്തായി? എടാ ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ അന്നേ മനസ്സിലാക്കിയതാ. അനുഭവം ഉള്ളവർ പറഞ്ഞു തരുമ്പോ കേൾക്കണം. ഇത് ഇങ്ങനെയൊക്കെ തന്നെ അവസാനിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ഡോ, താൻ എന്തൊരു മനുഷ്യനാടോ? ഒരുത്തിനിവിടെ ഇങ്ങനെ വിഷമിച്ച് കിടക്കുമ്പോഴാ അവനെയൊന്നും ആശ്വസിപ്പിക്കാതെ ഇയാൾ ഈ എരുതിയിലേക്ക് എണ്ണ ഒഴിച്ചോണ്ടിരിക്കുന്നത്. എടാ ഞാനും അത് തന്നെ പറയുന്നേ. എന്തെങ്കിലും കാരണവശാൽ ഇവന്റെ ലവ് ആ പെണ്ണെങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ട് കല്യാണവും കഴിച്ചു കഴിഞ്ഞാ നിന്റെയൊക്കെ ചേച്ചി ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന പോലെ അവള് ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന നീയൊക്കെ കാണേണ്ടി വരും. ആ പെണ്ണ് ഇവന് വീഴാതിരുന്നത് ഇവന്റെ ഭാഗ്യക്കേടാന്നല്ലേ ഇവൻ വിചാരിക്കുന്നേ. പക്ഷെ അത് അങ്ങനെയല്ലടാ, ആ പെണ്ണിന്റെ ഭാഗ്യമാ. പോയി രക്ഷപ്പെടട്ടെ. സ്നേഹിച്ച പെണ്ണ് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നാ നിന്റെ ആഗ്രഹമെങ്കിൽ ആ പെണ്ണിനെ അങ്ങ് മറന്നു കളഞ്ഞേക്കെ. എന്നാൽ മാത്രമേ അവൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റൂ. ഞാൻ പറയണത് ഇവനോട് മാത്രമല്ല, നിന്നോടും കൂടിയാ. ചേട്ടാ, ഇവിടെ ഇപ്പൊ എന്റെ വിഷയമല്ല പ്രധാനം. എനിക്കിപ്പോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇവനാ. എന്തെങ്കിലും പറഞ്ഞ് അവനൊന്ന് സമാധാനിപ്പിക്കുക. എടാ ഇത്ര നേരം ഞാൻ പറയണ കേട്ടിട്ടൊന്നും മനസ്സിലായില്ലേ? എടാ അവരെ വിട്ടുകളയ, അതേ ഉള്ളു വഴി. ഈ ഒരു അഡ്വൈസ് എനിക്ക് പറയാനുള്ളൂ. എടാ ഗോവിന്ദ എഴുന്നേക്ക്. ഏട്ടാ, ഞാൻ കുറച്ചു നേരം ഒന്ന് തനിച്ചിരുന്നോട്ടെ. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? നിനക്കെന്താ തലക്ക് സുഖമില്ലേ? നമ്മൾ എവിടെയാ ജീവിക്കുന്നത്, എങ്ങനെയാ ജീവിക്കുന്നതെന്നൊക്കെ നിനക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ? എന്നിട്ടാ ഇത്? എടാ മോനെ, ഇവിടെ എല്ലാത്തിലും വലുത് പണമാടാ. നിന്റെ അമ്മ എന്താ വിചാരിക്കുന്നത് അത് മാത്രമേ ഇവിടെ നടക്കൂ. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന അമ്മയാ. അച്ഛൻ ഇവിടെ ഒരു വോയിസും ഇല്ലെന്ന് അറിയില്ലേ? എടാ നീ കണ്ടതല്ലേ, നീ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞപ്പോ തന്നെ എന്തൊക്കെയാ ചെയ്തതെന്ന്? എടാ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് പെരുമാറും. അമ്മ കാണിച്ചു തരുന്ന ഏതെങ്കിലും പെണ്ണിന്റെ കഴുത്തി താലിയും കെട്ടിയിട്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേ, എന്നാലേ സമാധാനം ഉണ്ടാവുള്ളൂ. അമ്മ തന്നെ ഏതെങ്കിലും പെണ്ണിനെ കണ്ടുപിടിച്ചാൽ നിന്റെ ചേച്ചി ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന പോലെ അനുഭവിക്കില്ല. കുറഞ്ഞ പക്ഷം നിനക്കെങ്കിലും കുറച്ച് സമാധാനം കിട്ടൂടാ. ഹലോ, നിങ്ങളൊന്നും ചുമ്മാതിരുന്നേ. എടാ ഗോവിന്ദ, നീ എണീക്ക്. ഡാ, എത്ര നേരെ എണീക്ക്. ഇത് നോക്ക്, പൂർണിക്ക് ആലോചന വന്ന സമയത്ത് ഞാൻ സങ്കടപ്പെട്ടപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞേ? ഇങ്ങനത്തെ കാര്യത്തിലൊന്നും വലിയ വിഷമിക്കേണ്ട കാര്യമില്ലെന്നല്ലേ? നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാലേ മനസ്സിലാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ? എപ്പോഴെങ്കിലും നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാ നീ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നല്ലേ നീ പറഞ്ഞേ? ഇപ്പൊ എന്താടാ നീ കാണിച്ചോണ്ടിരിക്കുന്നത്? സത്യം തന്നെയാടാ. എല്ലാ വേദനയും അവരവർക്ക് വന്നാലാടാ അത് മനസ്സിലാവുള്ളൂ. എന്താ ചെയ്യണ്ടെന്ന് മനസ്സിലാവുന്നില്ല. ഡാ എടാ, നീ എന്തൊക്കെയായി? നിന്നെ ഇതുപോലെ കാണുമ്പോ എന്തൊരു ബോറാന്നറിയോ? ഇങ്ങനെ കരഞ്ഞു തൂങ്ങിയൊന്നും ഇരിക്കാൻ പാടില്ല. ഇങ്ങ് നോക്ക്, ഗീതയുടെ കൂടെ ജീവിക്കാനാണ് നിന്റെ പ്ലാനെങ്കിൽ അവളെയും കൂട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും അമ്പലത്തിൽ പോയി താലി കെട്ടി കൂട്ടിക്കൊണ്ടുപോവാ. ഇതൊരുമാതിരി കരഞ്ഞു കലങ്ങിയ ഒരു കാമുകനായിട്ട്. അതുപോലെയൊന്നും ഞാൻ ചെയ്യില്ലടാ. അതെങ്ങനെ ചെയ്യാൻ പറ്റൂടാ? ആ പെണ്ണതിന് സമ്മതിച്ചില്ലല്ലോ. ഗീത സത്യത്തില് എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചാൽ തന്നെ ഞാനൊരിക്കലും ഒരു കള്ളത്തരം കാണിച്ച് ഒളിച്ചോടി കല്യാണം കഴിക്കില്ല. എന്താടത്? ആ പെണ്ണിന് സമ്മതമാണെങ്കിൽ നീ ഒളിച്ചോടി കല്യാണം കഴിക്കില്ലേ? ഒരിക്കലും ഇല്ലടാ. ഗീതയോട് സംസാരിച്ചതിന് ശേഷം അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ എനിക്ക് മനസ്സിലായത്. അവളുടെ അച്ഛനെയും അമ്മയും എങ്ങനെയൊക്കെയാ നോക്കുന്നതെന്ന് നിനക്കറിയോ? ചെറിയ കുട്ടികളെ ശ്രദ്ധിക്കുന്ന പോലെ നോക്കുന്നത്. അത് വേണ്ടേടാ. നമ്മളെ വളർത്തി വലുതാക്കിയിട്ട് ഈ നിലയിലെത്തിച്ചവർക്ക് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? നമുക്കും ആഗ്രഹങ്ങളും താല്പര്യങ്ങളൊക്കെ ഇല്ലേ? നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിവാശി പിടിച്ച് അച്ഛനമ്മയും ശല്യം ചെയ്ത് നമ്മളത് എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കില്ലേ? അതെല്ലാം നമുക്ക് വേണ്ടി അവർ സാധിച്ചു തന്നിട്ടും അവരെ വേദനിപ്പിച്ച് നമുക്കിഷ്ടപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടേ കല്യാണം കഴിച്ചിട്ട് വന്നാൽ അവർക്കത് സഹിക്കാൻ പറ്റുമോ? കാര്യമുള്ളതാ. നമ്മുടെ അമ്മ പൈസയ്ക്ക് ആർത്തിയുള്ളവരും പിശുക്കിയാണ്. ജനങ്ങൾക്ക് പൈസ കടം കൊടുത്ത് അവരുടെ നിന്ന് പലിശ തട്ടിയെടുത്തോണ്ടിരിക്കുക. അതൊന്നും ഞാനില്ലെന്ന് പറയുന്നില്ല. അമ്മയ്ക്ക് പൈസയോട് ആർത്തി ഉണ്ടായിരിക്കാം. ചില കാര്യങ്ങൾ അവർ വാശിക്കാരിയാണ്. പക്ഷെ എന്തൊക്കെയായാലും അവർ നമ്മുടെ സ്വന്തം അമ്മ തന്നെയല്ലേ? അമ്മയുടെ മനസ്സ് എത്ര വേദനിച്ചിട്ടാവും വിഷം കുടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടല്ലേ ഞാനതിന് സമ്മതിച്ചത്. അപ്പൊ ആ സമയത്ത് അമ്മയ്ക്ക് വേണ്ടി തലയാട്ടി എന്നല്ലാതെ ഇപ്പൊ എന്റെ ഗീതയില്ലാതെ എങ്ങനെ ജീവിക്കേണ്ടത് എനിക്കറിയില്ല. ഗീതയില്ലാത്തൊരു ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. എടാ നീ പറയുന്നൊക്കെ ശരിയാ, ഞാൻ സമ്മതിച്ചു. എടാ പക്ഷെ നമ്മുടെ ഇവിടുത്തെ അവസ്ഥയിൽ ഇതൊന്നും നടക്കില്ലടാ. നീ രണ്ടിൽ ഒരു കാര്യം ഡിസൈഡ് ചെയ്തേ പറ്റൂ. ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഗീത. ഗീതയും വേണം,
അമ്മയും വേണം. ഡാ, ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ? പെണ്ണ് കാണാൻ പോണ കാര്യങ്ങൾ വരെ ഏർപ്പാടാക്കിയേക്കോ. വേറെ വഴിയൊന്നുമില്ല. ഈ കല്യാണത്തിന് നീ സമ്മതം മൂളിയേ പറ്റൂ. ഇപ്പം നീ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം എടുത്തേ പറ്റൂ. ഞാനൊരു തീരുമാനം എടുത്ത് കഴിഞ്ഞടാ. ജീവിക്കുകയാണെങ്കിൽ അത് ഗീതയുടെ കൂടെ ആയിരിക്കും. പക്ഷെ അമ്മയെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. ഗീത കല്യാണത്തിന് സമ്മതിക്കുകയാണെങ്കിൽ അമ്മയുടെ കാലിലോ കയ്യിലോ പിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കല്യാണത്തിനും എങ്ങനെയെങ്കിലുമൊക്കെ സമ്മതിപ്പിക്കാം. പക്ഷെ എങ്ങനെയെങ്കിലുമൊക്കെ അമ്മയുടെ കല്യാണാലോചന നിന്ന് രക്ഷപ്പെടണം. എന്നിട്ട് അമ്മയെ സമ്മതിപ്പിക്കണം. ഗീതയെ കല്യാണം കഴിക്കണം. എടാ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ജീവിതം എന്ന് പറഞ്ഞാൽ പ്രേമിച്ച് നടക്കുന്ന പോലെയല്ല. അനുഭവിച്ചവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയൂ. അതുകൊണ്ട് പറയാ, പറ്റുമെങ്കിൽ മനസ്സിലാക്കി. നമുക്ക് നോക്കാം ചേട്ടാ. ഞാൻ എല്ലാ കാര്യത്തിനും തയ്യാറായി തന്നെ ഇരിക്കുന്നത്. പക്ഷെ ഗീത എന്നെ വിട്ട് പോകുന്നുള്ള പേടികൊണ്ടാ. ഇപ്പോ എന്റെ മനസ്സിൽ ചെറിയൊരു ഭയമുള്ളത്. പക്ഷെ എന്ന് വെച്ച് ഗീതയെ വിട്ടുകളയാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. എങ്ങനെയെങ്കിലും ഗീതയെ കല്യാണം കഴിക്കണം. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും കാണിക്കേ. ഇത് എവിടം വരെ പോകുന്നു ഞാൻ കാണട്ടെ. ഗീതേ, എടി ഗീതേ, അമ്മ, ദാ കോഫി കുടിക്ക. ഗീതേ, എന്തു പറ്റി മോളെ? എന്താ വല്ലാതിരിക്കുന്നെ? നീ ഇതെന്താ ആലോചിക്കുന്നെ? അതൊന്നുമില്ല അമ്മ. വെറുതെ ജോലിയെക്കുറിച്ച് ആലോചിച്ചതാ, അത്രേ ഉള്ളൂ. ഞാൻ നിന്റെ അമ്മയാ മോളെ. നീ ജോലിയെപ്പറ്റി മാത്രമാണോ ചിന്തിക്കുന്നേ, അതോ മനസ്സിൽ വേറെന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് നന്നായി മനസ്സിലാവും. പ്രസവിച്ച അമ്മയാണെങ്കിലും മക്കള് വിഷമിക്കുന്നത് മനസ്സിലാവുമെങ്കിലും അതെന്തിനാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. അതിന്റെ കാരണം എന്താണെന്ന് നീ തന്നെ പറയണം. അതുമാത്രമല്ല, നിന്റെ വിഷമത്തെപ്പറ്റി ഞങ്ങളോട് പറയുമ്പോ ആ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന് നീ ചിന്തിക്കണം. പറയ്. അമ്മയോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരോട് പറയും? അമ്മ വെറുതെ ആവശ്യമില്ലാതെ ആലോചിച്ച് പറയാ. എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല അമ്മേ. ജസ്റ്റ് ജോലിയുടെ ടെൻഷൻ, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. നീ ചിലപ്പോ ഞാൻ വിഷമിക്കുമെന്ന് കരുതി എന്നോട് ചിലപ്പോ കള്ളം പറയുന്നതായിരിക്കും. ഇത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ മോളെ മിണ്ടാത്തെ? ഞാൻ പറഞ്ഞത് അമ്മ വിശ്വസിച്ചില്ലെങ്കിൽ വേറെ എന്താ അമ്മ പറയണ്ടേ? നീ സാധാരണ എങ്ങനെയാണെന്നോ ഇന്നലെ മുതൽ എങ്ങനെയാണെന്നോ ആ മാറ്റങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കഴിക്കാനായിട്ട് ഇരുന്നിട്ട് ഒരു വറ്റുപോലും നീ കഴിച്ചില്ലല്ലോ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, സാധാരണ കുളിച്ചു വന്ന ഉടനെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ആദ്യം നീ പൊട്ടുതൊടും. ഇപ്പൊ അതുപോലും ചെയ്യാതെ നിൽക്കുക. ശരി അമ്മ. അമ്മ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് ആവശ്യമില്ലാതെ ആലോചിക്കല്ലേ. പൂർണി, കഴുത്ത് വേദന ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുറവുണ്ട്. നേരത്തെ പോലെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇപ്പൊ. ഇനി ഒരു 2-3 ദിവസത്തിനുള്ളിൽ ശരിയാവുന്നാ തോന്നുന്നത്. അച്ഛാ, മരുന്ന് കഴിച്ചല്ലോ അല്ലേ? കഴിച്ചു മോളെ. ഇങ്ങോട്ട് നോക്ക്. നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. അമ്മയോടും പൂർണിയോടും ഒക്കെ പഴയ പോലെ തന്നെ സംസാരിക്കണം. എന്തൊക്കെയോ നടന്ന പോലെ ഇങ്ങനെ ഇരിക്കാതെ. ഇങ്ങനെ ഇരുന്ന അച്ഛന്റെ ആരോഗ്യം നന്നായിട്ട് മോശമാവും.
മനസ്സിലായല്ലോ? ഒന്നും സംഭവിക്കാത്ത പോലെ ഒരു ടെൻഷനില്ലാതെ നിനക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു? നമ്മുടെ കഷ്ടപ്പാട് മൊത്തമായിട്ട് മോളുടെ തലേ തന്നെ ആയല്ലോ. പണിയെടുക്കേണ്ട ആള് ഒന്നിനും പറ്റാതെ ഇരിപ്പായിപ്പോയി. നിങ്ങളുടെ കല്യാണത്തിനായി കരുതി വെച്ച സ്വർണവും കൂടി പണയം വെക്കേണ്ടി വന്നില്ലേ? നീ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ എനിക്കെന്ത് സമാധാനം കിട്ടാനാ? അയ്യോ അച്ഛാ, എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ ആലോചിക്കുന്നേ? അങ്ങനെയൊന്നുമില്ല. എല്ലാം 1 മാസത്തിനുള്ളിൽ ശരിയായിക്കോളും. മനസ്സിലായോ? അമ്മ, അച്ഛനെ നന്നായിട്ട് നോക്കണേ. പൂർണ്ണി, ഞാൻ പോവാ. അച്ഛാ, പോയിട്ട് വരാം. സൂക്ഷിച്ചു പോയിട്ട് മോളെ. പോയിട്ട് വരാമേ. സൂക്ഷിച്ചു പോ. കനകം, എത്ര നേരമായി മരുമോളുടെ ചന്തം കണ്ട് ആസ്വദിക്കാൻ തുടങ്ങിയിട്ട്. അമ്മേ, ഇത്ര നാള് നമ്മുടെ ഗോവിന്ദൻ വന്ന കല്യാണാലോചനകളൊക്കെ തന്നെ മുടക്കുമായിരുന്നില്ലേ? എന്നാ ഇപ്പോഴാണ് ശരിക്കുള്ള മരുമകള്, എനിക്ക് ചേരുന്ന മരുമകള്, ഈ വീടിനൊത്ത മരുമകളെ കിട്ടിയിരിക്കുന്നത്. ആ അതെ അതെ, മരുമോളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ഗോവിന്ദന് നല്ല മാച്ചായിരിക്കും. എന്റെ പെങ്ങളെ ചുമ്മാ പറയുന്നല്ല കേട്ടോ. പെങ്ങളുടെ ബുദ്ധി അപാരം. നിന്റെ ഈ ബുദ്ധി പരുവപ്പെടുത്തി എടുക്കുവാണെങ്കിലേ MLA അല്ല MP CM PM ഒക്കെ മുകളിലോട്ട് പോവും. എന്റെ ചേട്ടാ, ഈ രാഷ്ട്രീയമൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അതൊക്കെ ചെയ്യണമെങ്കില് കണ്ടവരുടെയൊക്കെ കാല് പിടിക്കേണ്ടി വരും. നമുക്ക് മുടിക്കുത്ത് പിടിച്ചാണല്ലോ ശീലം. കാലൊക്കെ എങ്ങനെ പിടിക്കാനാ? അതും ശരിയാ. ഇവിടെ നമ്മുടെ കച്ചവടത്തില് രാജാവും മന്ത്രിയൊക്കെ നമ്മള് തന്നെയാ. അതുകൊണ്ടല്ലേ ഏട്ടാ ഈ പണി ഞാൻ നിർത്താതെ ഇങ്ങനെ തുടർന്നോണ്ടിരിക്കുന്നേ. എന്തൊക്കെ പറഞ്ഞാലും മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണമെന്ന് പറയുന്ന പോലെ സൂപ്പർ പ്ലാൻ ആയിരുന്നു. ഇത്രയും നാള് നമ്മുടെ ചെക്കൻ നമ്മുടെ മുന്നിൽ കൂടെ നടക്കുകയും നമ്മുടെ കൺമുന്നിലുള്ള പെണ്ണെ പ്രേമിക്കുകയും അവളെ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചതും നമുക്ക് അല്പം പോലും സംശയം തോന്നാതെ എത്ര സമർത്ഥമായിട്ട് അവൻ കൈകാര്യം ചെയ്തെന്ന് അറിയാവോ? അവൻ എത്രയൊക്കെ ഒളിക്കണമെന്ന് വിചാരിച്ചാലും നമ്മുടെ കനകത്തിന്റെ മുമ്പിൽ നിന്ന് അവന് ഒളിക്കാൻ പറ്റില്ലല്ലോടാ. അതുകൊണ്ടാണല്ലോ അവന്റെ വിരലുകൊണ്ട് അവന്റെ കണ്ണി കുത്തുന്നത് പോലെ അവന് പെണ്ണ് കാണല്, അവന്റെ നിശ്ചയം, കല്യാണം എല്ലാം അവൻ പ്രേമിച്ച പെണ്ണെ കൊണ്ട് തന്നെ ജയിക്കാൻ പോവല്ലേ നമ്മള്. എന്റെ പെങ്ങടെ ഒറ്റ ബുദ്ധിയാ. കനകരത്നം, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഗോവിന്ദന്റെ പെണ്ണ് കാണൽ ചടങ്ങും നിശ്ചയവും കല്യാണവും ഒക്കെ ഇതൊക്കെ അവളുടെ കൈകൊണ്ട് തന്നെ നടത്തണം എന്നാണോ നീ പറഞ്ഞു വരുന്നേ? എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ വലിയ പ്രശ്നമാവില്ലേ? ഞാൻ വളരെ വ്യക്തമായ പ്ലാനോട് കൂടിയ ഇത് അവളെ തന്നെ ഏൽപ്പിച്ചു. അവളെപ്പോഴും നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടാവണം. അപ്പൊ എന്താ നടക്കുന്നതെന്നും എന്താ കാര്യങ്ങളെന്നും ഒരു സിനിമാ തിയേറ്ററിൽ പോയിരിക്കുന്ന പോലെ കാണാൻ പറ്റും. അത് നല്ല വ്യക്തമായിട്ട്. ഇനിയിപ്പോ അവളെങ്ങാനും നമ്മുടെ കൺമുമ്പിൽ ഇല്ലെങ്കിലുണ്ടല്ലോ, ഒരു കൊറോണ വൈറസിന്റെ പോലെ എപ്പ നമ്മുടെ ശരീരത്തിൽ കേറും നമുക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്ത പോലെ സാമ്പാറിന്റെ കയ്യിൽ എന്റെ മോന്റെ ചടങ്ങുകളുടെ ഉത്തരവാദിത്തം ഞാൻ ഏൽപ്പിച്ചത്. എന്റെ മോൻ എനിക്ക് സത്യം ചെയ്ത് തന്നിട്ടുള്ളതാ. ഇനി എന്ത് വന്നാലും ശരി, ആ സത്യവൻ പാലിച്ചിരിക്കും. അവൻ ഈ സത്യം പാലിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നേന്ന് ഒരു തവണ വ്യക്തമായിട്ട് ഞാൻ അവന് കാണിച്ചു കൊടുത്തതാണല്ലോ. അവനാണെങ്കില് അന്ന് ഞാൻ സത്യത്തില് വിഷം കുടിച്ചു എന്ന് വിശ്വസിച്ചിരിക്കുക. ഒരാവശ്യം വന്നാല് ശരിക്കും കുടിക്കാനും എനിക്ക് മടിയില്ല. പക്ഷേ അത്ര പെട്ടെന്നൊന്നും ഈ കനകം പോവില്ല. ആ തമിഴത്തി പെണ്ണിന് നമ്മുടെ മോനോടുള്ള പ്രണയമൊക്കെ ഈ ജോലി മുഴുവൻ ചെയ്ത് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ഒരു വട്ടത്തിയെ പോലെ നടന്നു കഴിയുമ്പോ അവളുടെ അഹങ്കാരമൊക്കെ അവിടെ തീരും. അവളോടുള്ള എന്റെ ദേഷ്യത്തിന്റെ കാഠിന്യം അപ്പ അവൾ അറിഞ്ഞിരിക്കും. എന്റെ അഹങ്കാരം ഇല്ലാതാക്കാനായിരുന്നു അവൾ ഇത്ര നാളും നടന്നത്. അവള് ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. എന്റെ കയ്യിന്ന് കാശ് തട്ടിയെടുത്തവളവള്. എന്നെ എതിർത്ത് സംസാരിച്ചവളാണ്.
എന്നോട് തർക്കുത്തരം പറയാൻ വന്നവള്. ഇതുവരെയും ഞാൻ ജനിച്ച് ഇത്ര നാളുകൾ കഴിഞ്ഞിട്ടും ആർക്കേൽ എന്നോട് ഇങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ കണ്ടല്ലോ ഞാൻ അവളുടെ ജീവിതം പിച്ചി ചീന്തി വലിച്ചെറിഞ്ഞത്. ഇനി അങ്ങോട്ട് അവളുടെ ജീവിതം നരക തുല്യമായിരിക്കും. അവളുടെ ഈ ആയുസ് മുഴുവൻ അവള് കരയും. അതും കൂടാതെ നമ്മുടെ കയ്യിൽ നിന്ന് കൈ നീട്ടി കാശും വാങ്ങിയിട്ടുണ്ട്. ഒരു മാസം അങ്ങ് കഴിഞ്ഞോട്ടെ, അവളെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതെ, ഗോവിന്ദനെ ആ പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചായിരുന്നോ? കാണിക്കാലോ. ചേട്ടൻ ആദ്യം അവനെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കേ. എടാ മോനെ, എടാ ഗോവിന്ദ, ഒന്ന് വാ മോനെ. എന്താ അമ്മാവ? എടാ ഞാൻ എന്തിനാ വിളിക്കുന്നേ? നിന്റെ അമ്മ വിളിച്ചിട്ടാ. എന്താ മോനെ ഗോവിന്ദ, അമ്മയെ കണ്ടപാട് നിന്റെ മുഖത്തെ സന്തോഷം പോയത്? ഞാൻ നിന്നെ പ്രസവിച്ച അമ്മയല്ലേ. എന്ത് ചെയ്താലും നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. ഇപ്പൊ നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. പക്ഷേ ഭാവിയിൽ സന്തോഷായിട്ടിരിക്കുമ്പോ അപ്പൊ നിനക്ക് നിന്റെ അമ്മയുടെ വില മനസ്സിലാവും. കനകരത്നം, എന്തിനാടി അവനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നെ? നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. അവനെ എന്തിനാ വിളിപ്പിച്ചേന്ന് മാത്രം പറ. അതൊന്നുമില്ല മോനെ ഗോവിന്ദ. ദാ അവളുടെ ഫോട്ടോയാ. വാങ്ങിച്ചൊന്ന് നോക്കടാ.